പറ്റിയ വൈകിട്ട് ഈ വഴി തന്നെ ഞാൻ വരാം. ആ കൊച്ചിനോട് കടയിൽ നിന്ന് വല്ലതും വാങ്ങി വരാൻ ഞാൻ പറയണോ? വേണ്ട, അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നാളെ ഇക്കമ്മ വരുമ്പോ വേണ്ട എന്താന്ന് വെച്ചാ വാങ്ങാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് ഇയാളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മാളുവിന്റെ കാര്യം ആവശ്യമില്ലാത്തൊരു മാറ്റർ ആണോ ശങ്കർ? അവൾ എന്റെ അടുത്തൊന്ന് പോയിട്ട് ഇപ്പൊ 4-5 ദിവസമായി. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഭാഗ്യക്കുറി പറഞ്ഞത്. അമ്മാളുവിന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു കാണുന്നുള്ള ഭാഗ്യക്കുറിയുടെ ഈ അനാവശ്യ ടെൻഷൻ ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഏറിയാൽ 2-3 ദിവസം, അതിനപ്പുറം അമ്മാളുവിനെ പിരിഞ്ഞ് തനിക്കിരിക്കേണ്ടി വരില്ല ഭാഗ്യക്കുറി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ പറയാം. എന്താ പറഞ്ഞു ഇയാള്? ഒന്നുമില്ല. ഈ അവസ്ഥയിൽ തന്നോട് പറയുന്നത് ശരിയല്ല. എന്നെ സംബന്ധിച്ച് അതൊരു സന്തോഷ വാർത്തയൊന്നുമല്ല. പക്ഷേ അത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ അല്പം ആശ്വാസം കിട്ടിയേക്കും. ഈ മാസം 9-ാം തീയതി, അതായത് ഈ വരുന്ന ഞായറാഴ്ച, എൻ്റെ കല്യാണ നിശ്ചയമാണ്. ആഹാ, അത് നന്നായി. അപ്പൊ കല്യാണം ഉടനെ തന്നെ കാണുമല്ലോ. നിശ്ചയം കഴിഞ്ഞ പിന്നെ 1 മാസം തികയുമ്പോഴേക്കും കല്യാണം നടത്താന്ന അയാൾ അമ്മയോടും കാത്തൂനോടൊക്കെ പറഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. ഞാനും അമ്മാളും ഇക്കാമയും സുന്ദരമാമനും ഒക്കെ വരും. നല്ലൊരു കാര്യമാണെങ്കിലും നമ്മുടെ ഹൗസ് ഓണറെ അറിയിക്കാൻ പറ്റില്ലല്ലോ. ഈശ്വര, അതിനു മുമ്പ് എന്റെ അമ്മാളുവിനെ നീ എനിക്കങ്ങ് തരണേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചേട്ടൻ വരുന്ന വഴിയാണോ? അതെ, സാറ് പോകാനിറങ്ങിയതായിരിക്കും. ആ അതെ, ഓഫീസിൽ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. തിരക്കിനിടയിൽ കുഞ്ഞിന്റെ കാര്യം തിരക്കാനും അന്വേഷിക്കാനും രണ്ടുപേരും അങ്ങ് മറന്നോ? അതെന്ത് ചോദ്യമാ ഭരതമുള്ള ചേട്ടാ? മോളുടെ കാര്യം ഞങ്ങൾ അന്വേഷിക്കാതിരിക്കുവോ? എന്നും പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ തിരക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നെന്നാണ് അവര് പറയുന്നത്. എന്താ ചേട്ടാ? അല്ല, കുഞ്ഞിനെ കാണാനില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഏത് സ്റ്റേഷനിലാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറഞ്ഞത്? അത് പൂജ അല്ല, അല്ല പൂജപ്പുര തന്നെ. പൂജപ്പുര പോലീസ് സ്റ്റേഷനിലോ? ഉറപ്പാണോ? അതെ, അവിടെ തന്നെ. എന്താ ചേട്ടാ ചോദിച്ചത്? എന്നാൽ ആ സ്റ്റേഷനിൽ അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ? എന്താ ശങ്കർ സാറേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതിപ്പോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വഴിയുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഒരു മിസ്സിംഗ് കേസ് പോലും ഈ പറഞ്ഞ സ്റ്റേഷൻ പരിധിയിൽ ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കേസും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. എന്നോടിത് പറഞ്ഞത് വേറെ ആരുമല്ല, അവിടുത്തെ അഡീഷണൽ എസ് ഐ രഘുവരൻ സാറാ. അങ്ങേരും ഞാനും തമ്മിൽ നല്ല പരിചയത്തില. നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ അയാളെ കണ്ടപ്പോ ഞാൻ ഈ കാര്യം എടുത്തിട്ടത്. അപ്പോ അയാൾ നിന്ന് വാ വിളിക്കുക. കാരണം എന്താ? അങ്ങനെ ഒരു പെറ്റീഷൻ അവിടെ ചെന്നിട്ടേ ഇല്ല. അയാൾക്ക് തെറ്റിയതാണെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞപ്പോ അയാൾ സംശയം തീർക്കാൻ എന്റെ മുമ്പിൽ വെച്ച് ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചത്. അപ്പോ അവിടുന്ന് കിട്ടിയ മറുപടി അങ്ങനെയാ. സഹായം ചോദിച്ചെന്ന് ഞാൻ മണ്ടനായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. നിങ്ങൾ എന്താ പിള്ളാരെ ആളെ പൊട്ടനാക്കുക? സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല അല്ലേ? സത്യം പറ. ചേട്ടാ, അത് പിന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വരെ പോയത്. എന്നിട്ട് എന്തേ? ആരും സമ്മതിച്ചില്ലേ പരാതി എഴുതി കൊടുക്കാൻ?
അല്ല ഞങ്ങളവിടെ ചെന്നപ്പോ ഈ പെറ്റി നിന്ന് തിത്തിത്തേ കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്ന് പറയടോ. ചേട്ടാ ചൂടാവാതെ. കംപ്ലൈന്റ് കൊടുക്കാത്തത് എന്താന്ന് വെച്ചാ കാര്യം ഞാൻ പറയാം അങ്കിൾ. അമ്മാളുവിനെ ആരാ ഇവിടുന്ന് കൊണ്ടുപോയെന്ന് ഞങ്ങൾക്ക് ചെറുതായി ഒരു സൂചന കിട്ടിയിരുന്നു. സൂചന കിട്ടിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പെറ്റീഷൻ കൊടുത്ത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ നോക്കിയില്ല നിങ്ങള്? അത് അങ്ങനെ അവർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാ. അന്ന് ഞാൻ സൂചിപ്പിച്ചില്ലായിരുന്നോ ശങ്കറിന്റെ വീട്ടുകാരുടെ കാര്യം? കുഞ്ഞിനെ കൊണ്ടുപോയത് അവരാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ശങ്കറിനെയും കുഞ്ഞിനെയും മാത്രമേ സ്വീകരിക്കാൻ അവരിപ്പോഴും തയ്യാറാ. ശങ്കറിനെ തിരിച്ചു വരുത്താനാ ശങ്കറിന്റെ ബന്ധുക്കളെല്ലാം ചേർന്ന് കുഞ്ഞിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. എത്രയൊക്കെ ആയാലും കേസ് കൊടുക്കേണ്ടി വരുന്നത് ബന്ധുക്കൾക്കെതിരെയാണല്ലോ എന്നോർത്തപ്പോ ഞാനാ ശങ്കറിനോട് പറഞ്ഞത് അങ്ങനൊന്നും വേണ്ടാന്ന്. അല്ലാതെ തന്നെ ചിലർ ഇടപെട്ട് കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്കിൾ. എടോ, നേരാണോ ഇതൊക്കെ? അതെ ചേട്ടാ, അതുകൊണ്ടാ കേസും വഴക്കൊന്നും വേണ്ടാന്ന് ഞങ്ങൾ വെച്ചത്. എന്തൊക്കെയാടോ ഇത്? നാണക്കേട്. മോനെ തിരിച്ചു പിടിക്കാൻ അവന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയേക്കുന്നു. തന്റെ വീട്ടുകാർ ഇത്ര വിവരദോഷികളായി പോയല്ലോടോ. കണ്ണി ചോരയില്ലാത്ത വർഗങ്ങള്. എന്ത് ചെയ്യാൻ ചേട്ടാ, ഞങ്ങളുടെ അവസ്ഥ ഇതായി പോയി. ചേട്ടനൊന്നും തോന്നരുത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കാര്യമാക്കണ്ട. എത്രയും വേഗം അവരുമായിട്ട് ഒരു അനുരഞ്ജനത്തിലെത്തി കുഞ്ഞിനെ തിരിച്ചു വാങ്ങാൻ നോക്ക്. അല്ലാതെ വീട്ടുടമസ്ഥനോട് കള്ളം പറഞ്ഞ് മണ്ടനാക്കാൻ നോക്കുകയല്ല വേണ്ടത്. ബാക്കിയുള്ളവർ നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സോറി ശങ്കർ, ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു കള്ളം പറയാനാ എനിക്ക് തോന്നിയത്. സാരമില്ല, തനിക്ക് അങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ. അയാളുടെ ഉണ്ടക്കണ്ണ് ഉരുട്ടിപ്പോ എന്റെ തലയിലൊന്നും കത്തിയതുമില്ല. പാവം രുക്കവും കാത്തും. അല്ല, ഒന്നാലോചിച്ച് അവർക്കും ഇത് കിട്ടേണ്ടതാ. ഇയാളോട് ആരാ പറഞ്ഞത് ആ എസ് ഐ കാണുമ്പോ ചാണിക്കറി ഓരോന്ന് പറയാൻ പോവാൻ? ഉപദ്രവിക്കാൻ കുറച്ചു പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം ഭാഗ്യക്കുറി. ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് ഞാൻ അന്നു മുതലേ പറയുന്നല്ലേ വരഞ്ചേട്ടാ. നിങ്ങൾ അതൊന്നും ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ലല്ലോ. പോലീസ് കേസ് കൊടുത്തിട്ട് എന്തായെന്നേ ഞാൻ ഇപ്പൊ കൂടി ആ പെങ്കൊച്ചിനോട് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ മുഖത്ത് നോക്കിയല്ലേ അവൾ എന്റെ അടുത്ത് ആ ചെറുക്കൻ ദിവസവും സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞത്. നരന്തിന്റെ അത്രയുള്ളെങ്കിലും അവള് ആള് കൊള്ളാലോ. ദേ ഭരതേട്ടാ, ഇതങ്ങനെ വിട്ടുകളയുന്നത് നല്ലതിനല്ല കേട്ടോ. ചിലപ്പോ നാണക്കേട് കൊണ്ടായിരിക്കുമടി. സ്വന്തം ഭർത്താവിന്റെ ആൾക്കാർ തന്നെ അതിനെ എടുത്തുകൊണ്ട് പോയെന്ന് പറയാൻ ആർക്കായാലും ഒരു ചമ്മല് കാണില്ലേടി. അതുകൊണ്ടാവും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മളോട് കള്ളം പറഞ്ഞത്. അത് കൊള്ളാം. എന്തോന്ന് നാണക്കേട് ഭരഞ്ചേട്ടാ? സ്വന്തം കുഞ്ഞിനെ കാണാതായതിലും വലുതായിട്ട് ഒരു പെറ്റുതള്ളക്ക് എന്താ ഉള്ളത്? ഇതൊന്നുമല്ല കാര്യം. എന്തോ ഉടായ്പ പരിപാടിയാണെന്ന് എന്റെ ബലമായ സംശയം. സ്വന്തം കൊച്ചിന്റെ കാര്യത്തിൽ അവരെന്തോന്ന് ഉടായ്പ കാണിക്കാനാടി? അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും. അവിടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കൊച്ചിനെ കാണാതായ ആ നിമിഷം ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയേനെ. അതിന് എന്ത് നാണക്കേട് വന്നാലും ഞാൻ അതൊട്ട് നോക്കേയില്ല. ഇവള് ഇവിടെ കെട്ടിയവരും അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഇനി അഥവാ കൊച്ചിനെ അവരുടെ വീട്ടുകാരായിട്ട് കടത്തിക്കൊണ്ട് പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അവിടെ ചെന്ന് അവരോട് കുഞ്ഞിനെ തിരിച്ചു ചോദിക്കാത്തതെന്താ? ആണായിട്ടുള്ളവർ അങ്ങനെയല്ലേ ചെയ്യൂ ഭരതൻ ചേട്ടാ. എന്റെ പൊന്നു ഭരൻ ചേട്ടാ, ഇതൊന്നുമല്ല കാര്യം. നിങ്ങൾ ആ പോലീസുകാരോട് സത്യം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരെന്തോ കള്ളക്കഥ ഉണ്ടാക്കിയത് തന്നെയാ. അവൻ പറയുന്നത് കേട്ട് തലയും കുലുക്കി നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. കുന്തം മിഴുങ്ങിയ പോലെ നിൽക്കാതെ നിങ്ങൾ അവനോട് കാര്യം ചോദിക്കും മനുഷ്യ. ഒന്ന് വിരട്ടുമ്പോഴേ അവന്റെ വായിന്ന് സത്യങ്ങളെല്ലാം ഇങ്ങ് പോരും. ചെല്ലേ. ഏതായാലും ഒരു 2-3 ദിവസം കഴിയട്ടെ ദമയന്തി. ഒന്നുമില്ലേലും കുഞ്ഞിനെ കാണാതായത് ഈ സങ്കടത്തിൽ കഴിയുന്നവരല്ലേ. ഇനി നമ്മളായിട്ട് ചെന്ന് വരട്ടാനും ഭീഷണിപ്പെടുത്താനൊന്നും പോകണ്ട. 2-3 ദിവസത്തിനകം ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അപ്പൊ വേണ്ടത് ചെയ്യാം. അത് മതിയെന്നേ.
താനെന്താ ഒന്നും മിണ്ടാത്തത്? തനിക്ക് ഈ കാര്യത്തിൽ ഇവിടെ ആരെങ്കിലും സംശയമുണ്ടോ? ഏയ്, ഞാൻ പറയുന്നതൊന്നും താൻ കേൾക്കുന്നില്ലേ? സണ്ണിച്ചേട്ടൻ എന്താ ചോദിച്ചത്? ഓ, താനത് കേൾക്കാഞ്ഞിട്ടോ അതോ കേട്ടതായി ഭാവിക്കാത്തതോ? എടോ, തന്റെ കുഞ്ഞിനെ കാണാതായിട്ട് എത്ര ദിവസമായെന്ന് അറിയോ തനിക്ക്? അതിനു പിന്നിൽ ഇവിടെ ആരുടെയെങ്കിലും കൈയുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെ വല്ലതും ഇയാൾക്ക് തോന്നുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എനിക്കാരെയും സംശയമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അന്വേഷിക്കാതെ പിന്നെ താൻ എന്നതാടോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് ഗായത്രി പ്രസവിച്ച കുഞ്ഞല്ലേ? ഒരു അമ്മ എന്ന നിലയിൽ ആ കുഞ്ഞിന് എന്നാ പറ്റിയെന്നറിയാനുള്ള മനസ്സോ ബാധ്യതയോ പോലും തനിക്കില്ലെന്നാണോ? മതി. സണ്ണിച്ചേട്ടൻ എന്തിനാ കൂടെ കൂടെ ഇക്കാര്യം പറഞ്ഞ് എന്റെ സ്വസ്ഥത കൂടി കളയുന്നത്? ഞാനതിനെ പ്രസവിച്ചത് തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഞാനതിനെ സ്നേഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ വേണ്ടെന്ന് വെക്കാൻ പാടില്ല എന്നാണെങ്കിൽ ഈ നാട്ടിൽ പിന്നെ അമ്മത്തൊട്ടിലും അനാഥാലയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഗായത്രി, എടോ, എന്നതാ പറ്റിയത് തനിക്ക്? ഈ കാര്യത്തിൽ മാത്രം എനിക്ക് തന്റെ ഈ നിലപാട് എത്ര ശ്രമിച്ചിട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. ഇത്രയ്ക്ക് അങ്ങോട്ട് വെറുക്കാൻ മാത്രം ആ കുഞ്ഞ് തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? താൻ ഇങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. തന്റെ കുഞ്ഞായി ജനിച്ചതുകൊണ്ട് മാത്രം ഗൗരി അതിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാനും താനും ഒക്കെ കണ്ടതല്ലേ? എന്നിട്ടും ഒരു കാരണവുമില്ലാതെ താൻ അവളെ ആട്ടി പുറത്താക്കാനല്ലേ നോക്കിയത്? ഞാൻ കരുതിയത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴെങ്കിലും താൻ അതിനെ ഓർത്തൊന്ന് സങ്കടപ്പെടുമെന്നാ. പക്ഷേ താൻ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. ഗായത്രി, തനിക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചതിച്ചിട്ട് പോയ ഒരാളുടെ കുഞ്ഞിനെ സ്നേഹിക്കാനും വളർത്താനും ഒന്നും എനിക്ക് പറ്റില്ല. ആരും എന്നെ അതിന് നിർബന്ധിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ അവളോട് ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ. ഏറ്റെടുത്തെങ്കിൽ മാന്യമായിട്ട് വളർത്താനുള്ള ഉത്തരവാദിത്തം അവള് കാണിക്കണമായിരുന്നു. അല്ലാതെ കളഞ്ഞു പോയി തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കല്ല വേണ്ടത്. അപ്പോ അതിനെ കാണാനില്ലെന്നറിഞ്ഞപ്പോ ഇയാളുടെ സ്വസ്ഥത നശിച്ചു തുടങ്ങിയല്ലേ? അപ്പോ അതിനർത്ഥം ഉള്ളിന്റെ ഉള്ളിൽ ഗായത്രി അതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാ. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ഒരു തർക്കം ഒഴിവാക്കാൻ വേണമെങ്കിൽ ഇയാൾ പറയുന്നത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ സത്യം അതല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പുറമേ അതിനോടുള്ള ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ തൻ്റെ വെറും അഭിനയമാണ്. മനസ്സുകൊണ്ട് താൻ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കൊരു സങ്കടവും എന്ന് എനിക്കൂടി തോന്നണ്ടേ? ഉള്ളിൽ കരഞ്ഞുകൊണ്ട് എന്തിനാ താൻ ഈ മുഖംമൂടി അണിയുന്നത്? ഞാൻ മനസ്സിലാക്കുമെന്ന് ഭയന്നാണെങ്കിൽ അത് വേണ്ട. മുറി അടച്ചിരുന്ന് ഒന്ന് ഉറക്കെ കരയുകയെങ്കിലും ചെയ്. അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇങ്ങനെ നെഞ്ചിനകത്ത് കടന്ന് വീർപ്പ് മുട്ടി തനിക്ക് എന്നതേലും പറ്റിപ്പോവും. അയ്യോ, എന്നതാ സണ്ണിയെ നീ ഈ കാണിക്കുന്നേ? എന്നതേലും വേണേൽ അവളോട് പറഞ്ഞാ പോരായിരുന്നോടാ? വയ്യാത്ത നീ എന്നാത്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? ഓ, അതൊന്നും സാരമില്ല അമ്മച്ചി. എത്രയാന്നും പറഞ്ഞ ആ മുറിയിൽ ഇങ്ങനെ അടച്ചുകൂടിയിരിക്കുന്നേ? ഇത്തിരിയൊക്കെ ഒന്ന് ദേഹം അനങ്ങട്ടെന്നേ. എന്നാലും സൂക്ഷിക്കണം മക്കളെ. ഡോക്ടർ 1 മാസത്തേക്കെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ? അമ്മച്ചി പേടിക്കണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അല്ല, പൂക്കാട് മുതലാളി മക്കളൊന്നും ഇവിടെ ഇല്ലേ അമ്മച്ചി? അപ്പച്ചൻ തോട്ടത്തിലേക്കാണെന്നും പറഞ്ഞ് രാവിലെ പോയതാ. പിന്നെ ബെന്നിയുടെ അവളുടെയും പോക്കും വരവൊന്നും നമ്മൾ അറിയുകയല്ലോ. അല്ലേലും അന്നവര് നിന്നോട് ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് ശേഷം അവനോട് ഞാൻ തെളിഞ്ഞൊന്നും മിണ്ടാറുമില്ല. ഏയ്, അമ്മച്ചി എന്നതിന് അതൊക്കെ ഇപ്പോഴും മനസ്സിലിട്ടോണ്ട് നടക്കുന്നേ. അതൊക്കെ അവന്റെ അറിവില്ലായ്മയെ കൊണ്ട് ക്ഷമിച്ചേക്കുന്നേ. പിന്നെ അറിവില്ലായ്മ, കൂടപ്പറപ്പിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അറിവില്ലായ്മയാകുന്നത് എങ്ങനെയാടാ?
വേണ്ട, ഇനി അതേപ്പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അവൻ അങ്ങനെ ഒരു ബുദ്ധിയില്ലായ്മ കാണിച്ചതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ലയോ അമ്മച്ചി? പുന്നാര മോന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് സാക്ഷാൽ പൂക്കാട മുതലാളിക്ക് മനസ്സിലായില്ലയോ? അതൊരു വലിയ കാര്യമല്ലേ അമ്മച്ചി? അത് നേരാടാ മോനെ. ഇപ്പോ ബെന്നിയോടും വലിയ മിണ്ടാട്ടമൊന്നും അപ്പച്ചനും ഇല്ല. തോട്ടത്തിലെയും പറമ്പിലെയും കണക്കൊക്കെ ഇപ്പൊ അപ്പച്ചനായിട്ട് തന്നെയാ നോക്കി നടത്തുന്നത്. അതൊക്കെ അവനിൽ വാശിയും ദേഷ്യവും കൂട്ടുകല്ലേ ഉള്ളൂ അമ്മച്ചി. അവൻ എന്നതാ വേണ്ടെന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാൻ പറ അപ്പച്ചനോട്. എന്നാലെങ്കിലും അവന്റെ ഈ ആർത്തി ഒന്ന് അടങ്ങട്ടെ. അതൊക്കെ ഞാൻ പറഞ്ഞതാ, അതിയെന്റെ തലയിൽ കേറില്ലടാ മക്കളെ. എന്നതാന്ന് വെച്ചാ ചെയ്യട്ടെ. കർത്താവേ, ഇതൊരു വീടായി കണ്ടിട്ട് കണ്ണടച്ചാ മതിയായിരുന്നു. ആവോ അമ്മച്ചി. അമ്മച്ചിയും സൂസമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഇതൊരു വീടാക്കി എടുക്കാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങോട്ട് മടങ്ങി വന്നതും. പക്ഷേ ചില കണക്കുകൂടലുകൾ എനിക്ക് തെറ്റിപ്പോയി. കുറച്ചൊക്കെ എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് പറ്റിപ്പോയതാ. നീ എന്നതാ ഈ പറയുന്നേ? ആരുടെ കാര്യമാ? എൻ്റെ കാര്യം തന്നെയാ അമ്മച്ചി. ഗായത്രിയെ ഭാര്യയെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വലിയ അബദ്ധമായിപ്പോയി. അതൊഴിവാക്കാമായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുക. എന്നതാടാ അങ്ങനെ തോന്നാൻ? അവൾക്ക് എന്നതേലും കുഴപ്പമുണ്ടോ? അവളുടെ ചില നേരത്തെ പെരുമാറ്റവും പറച്ചിലും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവും. ഇപ്പൊ തന്നെ അവള് പ്രസവിച്ച കുഞ്ഞിനെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി അവൾക്ക് എന്നതേലും ഒരു മനോവിഷമം ഉണ്ടോന്ന് നോക്കിയേ. അതിന്റെ കാര്യമൊന്ന് കേട്ടതായി പോലും അവള് കാണിക്കാറില്ല. ലോകത്തേതേലും പെറ്റ തള്ളമാര് ഇങ്ങനെ ചെയ്യുവോ? ഉള്ളത് പറയാലോടെ മോനെ, നീ ഒരു പെണ്ണ് കെട്ടാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ ഈ അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ നീ മിന്നുകെട്ടി കൊണ്ടുവന്നത് അവളാണെന്നറിഞ്ഞപ്പോ അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കും തോന്നിയായിരുന്നു മോനെ. എത്രയൊക്കെ ആയാലും ഈ കുടുംബത്ത് വന്നു കയറിയ ഒരുത്തൻ സ്നേഹിച്ചിരുന്നവളല്ലായിരുന്നു അവള്. അത് മാത്രമല്ലല്ലോ, അവനിൽ അവൾക്കൊരു കുഞ്ഞുകൂടി പിറന്നതല്ലേ. ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് നീ തന്നെ അവളെ... അമ്മച്ചി, എന്നോട് ക്ഷമിക്കണം. നിങ്ങളൊക്കെ കരുതും പോലെ ഗായത്രി എൻ്റെ ഭാര്യയല്ല. ഞാൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയിട്ടുമില്ല. ഒരു നിമിഷം പോലും ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു കണ്ണിൽ പരസ്പരം കണ്ടിട്ടുമില്ല. സണ്ണി, എന്നതൊക്കെയാടാ നീ പറയുന്നേ? സത്യമാണ് അമ്മച്ചി. അമ്മച്ചി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന കർത്താവാണ് സത്യം. സൂസമ്മയും സൈനയും എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ഗായത്രി. എന്റെ ദൈവമേ. പിന്നെ കഴുത്തിലൊരു മിന്നു കെട്ടി ഭാര്യയെന്ന് പറഞ്ഞ് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മറ്റൊരു രീതിയിലും അവളെ ഇവിടെ താമസിപ്പിക്കാൻ അപ്പച്ചനും മക്കളും അനുവദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അമ്മച്ചി. എന്നാത്തിനാടാ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ദൈവം പോലും പൊറുക്കാത്ത മഹാഭാവം അല്ലയോ ഇതൊക്കെ? തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല അമ്മച്ചി. പക്ഷേ ആ തെറ്റുകൊണ്ട് എനിക്ക് വലിയൊരു ശരി നേടിയെടുക്കാമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അലനും സൈനയും തമ്മിൽ ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് എനിക്ക് അവരുടെ ഇവിടുത്തെ ജീവിതം കണ്ടപ്പോഴേ ബോധ്യപ്പെട്ടിരുന്നു. അപ്പൻ്റെയും അവളുടെയൊക്കെ പിടിവാശിക്ക് മുമ്പിൽ ആ പാവം വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് തീർത്തും അവിചാരിതമായി ഗായത്രി ഞാൻ കണ്ടുമുട്ടുന്നത്. അവൾ ആരാണെന്ന് മനസ്സിലായപ്പോൾ എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഒന്നിനും കൃത്യമായൊരു ഉത്തരമില്ലായിരുന്നു അവൾക്ക്. പക്ഷേ ഒന്നെനിക്കറിയാമായിരുന്നു, പുറമേ കാണിക്കുന്ന ഈ വെറുപ്പിനും പകയ്ക്കും അപ്പുറം അലൻ എന്ന പുരുഷൻ അവളുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ടെന്ന്. പക്ഷേ തന്നെ ഉപേക്ഷിച്ചു പോയതിലും സൈനയെ വിവാഹം കഴിച്ചതിലും അവൾക്ക് അലനോട് തീർത്താൽ തീരാത്തത്ര പകയും വെറുപ്പുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നാത്തിനാടാ അവൾ ഇതിനൊക്കെ സമ്മതിച്ചതും നിന്റെ ഒപ്പം ഇവിടേക്ക് വരാൻ തയ്യാറായതും? ചിലരങ്ങനെയാണ് അമ്മച്ചി. ഒരിക്കലും തനിക്ക് കിട്ടില്ല എന്നറിയുമ്പോൾ എത്രയൊക്കെ സ്നേഹിച്ചിരുന്നവരായാലും കാരണങ്ങളുണ്ടാക്കി അവരെ വെറുക്കാനും വേദനിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഗായത്രിയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. എന്റെ ഭാര്യ വേഷം കെട്ടി ഇവിടെ വന്ന് അലനെ വേദനിപ്പിക്കുക, അതിലൂടെ പ്രതികാരത്തിന്റെ സുഖം അറിയുക. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാമെന്നും അവരെ തമ്മിൽ വീണ്ടും ഒരുമിപ്പിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകാമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മച്ചി. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് അമ്മച്ചി ഭാര്യ വേഷം കെട്ടിച്ച് ഞാൻ ഗായത്രി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ അങ്ങനൊരു വേഷം കെട്ടൽ
അലന്റെ മനസ്സിനെ എത്രമാത്രം മുറിവേൽപ്പിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ എനിക്ക് കഴിയാതെ പോയി. ഇവിടെ വന്നു കയറിയ ആ രാത്രി തന്നെ മറ്റാരും അറിയാതെ എൻ്റെ ഉദ്ദേശം അലനെ ധരിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതാണ് അമ്മച്ചി. പക്ഷേ സൈനിക്കും ബെന്നിക്കും സംശയം തോന്നുന്നു പേടിച്ച് ഞാനത് പിന്നെ ആകട്ടെ എന്ന് വെച്ചു. പക്ഷേ അപ്പോഴേക്കും എല്ലാം ഉപേക്ഷിച്ച് അലൻ ഇവിടുന്ന് പൊക്കളഞ്ഞില്ലേ. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ആ രാത്രി തന്നെ എല്ലാം അലനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആകില്ലായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ എന്നാ ചെയ്യൂടാ മോനെ? അവൻ മടങ്ങി വരുന്നതും കാത്ത് എത്ര നാളെന്ന് കരുതിയ അവളെ ഇവിടെ ഇങ്ങനെ. ഇനി അവൻ വന്നാൽ തന്നെ നീ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങളായി തീരുമെന്ന് എന്നതാ ഉറപ്പ്? ഉറപ്പുണ്ടമ്മച്ചി. എന്റെ വിശ്വാസവും പ്രതീക്ഷകളും ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അലൻ വരും, വരാതിരിക്കാൻ അയാൾക്കാവില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അമ്മച്ചി.